Assalamualaikum. Welcome back to Arza's world. ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സ് കണ്ടു നോക്കിയാലോ. എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയാവും. നമ്മൾ കറിയും കഞ്ഞിയൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ കുക്കറിൻ്റെ ഈ സേഫ്റ്റി വാൾവ് തെറിച്ചു പോകുമല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കടയിൽ പോയിട്ട് കൊണ്ടുവന്ന് വെച്ച് അത് കറി വെക്കാനൊന്നും സമയം കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് ഇത് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ല പോലെ ചുരുട്ടുക, നന്നായിട്ട് ചുരുട്ടുക. കുറച്ച് നനവുണ്ടായാൽ പെട്ടെന്ന് ചുരുണ്ട് കിട്ടും. ഇത് എടുത്തിട്ട് ഈ ഹോൾസിലൂടെ കയറ്റിക്കിടും. മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയും വിധം ഇത് വലിക്കണം. നല്ല ഫിറ്റായിട്ട് നിൽക്കണം. ഓക്കെ, നല്ല ഫിറ്റായിട്ടുണ്ട്. നമ്മുടെ നല്ല ഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിവിടെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ അധികം വരുന്നതും കട്ട് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഒന്ന് കയറ്റുക. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് നാൾ ഇതുപോലെ നിൽക്കും. നല്ല ഫിറ്റ് ആവണം, അല്ലഞ്ഞാൽ ഇതിലൂടെ പ്രഷർ പോകും. എല്ലാം മാക്സിമം നമ്മൾ വലിച്ചു കൊടുക്കണം. എൻ്റെ കുക്കറുകളൊക്കെ ഇതുപോലെ തന്നെ. ഇത് ഞാൻ ഇതിൻ്റെ വേറെ കുക്കർ ഇതുപോലെ ഇത് ചെയ്തിട്ടൊരു 3 വർഷമല്ല അതിന് മേലെ അയക്കണം, പിന്നെ പോന്നിട്ടില്ല. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിട്ട് ഒരുപാട് 2 വർഷത്തിൻ്റെ മീതെയായി. ഇത് പോന്നിട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചത് പറിച്ചെടുത്തതാണ്. ഒരുപാട് കാലം ഇത് നിൽക്കും. നിങ്ങൾക്ക് സംശയം കാണും ഇതിലൂടെ പ്രഷർ വരുമോ ഇല്ലയോ എന്നൊക്കെ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ, നമ്മുടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ 3-4 ദിവസം ഇരിക്കുമ്പോഴേക്ക് അതിൻ്റെ ഈ ഞെട്ടിൻ്റെ ഭാഗം ഇങ്ങനെ കേടായി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ മുളക് എടുത്തിട്ട് നന്നായി കഴുകുക. എല്ലാം കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കുക. ഒരു കിച്ചൺ ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് തോർത്തിയെടുത്താലും മതി. അതിന് ശേഷം എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ഈ ഇതിൻ്റെ മുളകിൻ്റെ ഞെട്ടുണ്ടല്ലോ, ഈ ഞെട്ട് ഇതുപോലെ അടർത്തിയെടുക്കുക. എല്ലാതും ഇതുപോലെ അടർത്തിയെടുക്കുക. ഇതുപോലെ അടർത്തിയെടുത്തിട്ട് നമ്മളൊരു കണ്ടെയ്നർ എടുത്ത് ഇതിൽ അടച്ചു വെക്കുക. ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഒരുപാട് നാൾ കേടാവാതിരിക്കും. അടുത്ത ടിപ്പ് നമുക്ക് നോക്കുക. നമ്മുടെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകണം. കഴുകി ഇതിലെ വെള്ളം ഒന്നിങ്ങനെ കുടഞ്ഞാൽ മതി, വെള്ളം പോവും. ഇത് ഞാൻ കഴുകി വെള്ളം വാർത്തെടുത്താണ്. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതാണെച്ചെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും ഇത് ചീഞ്ഞു പോകും. ഇതുപോലെ ഒരു പരന്ന പാത്രം എടുക്കുക. അതിലേക്ക് ഈ ഇല ഇങ്ങനെ ഇതുപോലെ അടർത്തിയിട്ട് ഇതുപോലെ എല്ലാ ഇലയും ഇതുപോലെ അടർത്തിയെടുക്കണം. വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അകത്ത് വെച്ചാൽ തന്നെ 2 ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും. പോലെ ഉണക്കിയെടുത്തതാണ് ഇത്. ഇത് തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ചമ്മന്തിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൊണ്ടു. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ചൂടുള്ള കഞ്ഞി. ഇത് നല്ല ആവി പറക്കണ കഞ്ഞിയാണ്. അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം എടുത്തിട്ട് തണുത്ത സാധാ വെള്ളം എടുക്കുക. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള കഞ്ഞി തീക്ക് വെച്ചാൽ ഈ വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പോൾ നമ്മളെ കഞ്ഞി ചൂടാറാൻ സമയം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുക്കുക. ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഐസ് ക്യൂബ്. അതെടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മളെ വെള്ളം ചൂട് പിടിക്കില്ല. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കൊടുത്താൽ നമ്മളെ വെള്ളം പെട്ടെന്ന് ചൂട് പിടിക്കില്ല. നമ്മളെ കഞ്ഞി പെട്ടെന്ന് തണുത്ത് കിട്ടും. നമ്മൾ അടുത്ത ടിപ്പ്, ഈ കുപ്പിമ്മലും ഗ്ലാസ്സിലൊക്കെ കാണാൻ ഇതുപോലെ സ്റ്റിക്കറും എഴുത്തുമൊക്കെ, അത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കളയാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഗ്ലാസിൻ്റെ ഏത് ഭാഗത്താണോ എഴുത്തെന്ന് വെച്ചാൽ ആ ഭാഗം ഈ വിനാഗിരിയിൽ ഇങ്ങനെ മുക്കി വെക്കുക. ഗ്ലാസിൻ്റെ മുഴുവൻ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്കൊന്ന് എടുത്തിട്ട് ഇനി ഇതെന്തായാലും കൊടുത്താൽ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് വിട്ട് പോരുന്നുണ്ട്. വെച്ച് കൊണ്ടുവന്ന് വരച്ച് നോക്കുന്നുണ്ട്. എല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.